ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു പ്രൊമോ ആണ്, കണ്ണ് നിറയിക്കുന്ന പ്രൊമോ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ദീപ അങ്ങനെ പ്രകാശിനോട് പറയണ്ട്, പ്രകാശേട്ട എന്റെ മോൾക്കൊരു ചെറിയൊരു നീരസം പോലും വരുത്തരുത് പ്രകാശേട്ട എന്ന് പറയുമ്പോ, എന്താണ് നീ പറയണത്, ഒരിക്കലും ഇതേ എന്റെ മോള് ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്ന് പറയാണ്. എനിക്കൊരു ആഗ്രഹമുള്ളൂ പ്രകാശേട്ട, അടുത്ത ജന്മവും എനിക്ക് ഇതേ ഇവളെ തന്നെ മോളായിട്ട് വേണമെന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എല്ലാവരും എന്തെങ്കിലും ചെയ്യുമ്പോ എല്ലാവരും പുറത്തിനിടെ ഞങ്ങള് പോയിട്ടെ അവര് കേറി വന്നോളും, കിരൺ മോനും ബൈജു ഒക്കെ ഉണ്ട്, കാദംബരി ഒക്കെ ഉടനെ എത്തും, നിന്നെ എല്ലാരും കാണാൻ വേണ്ടി വരും എന്ന് പറയാണ്. പ്രകാശേട്ടാ, എനിക്ക് പ്രകാശിന്റെ കൈ ഒന്ന് പിടിക്കണം എന്ന് പറയാണ്. അങ്ങനെ പ്രകാശിന്റെ വലത് കൈ ദീപയുടെ വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. കല്യാണി മോളുടെ കൈതാ എന്ന് പറയുമ്പോഴേക്കും കല്യാണി കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട്. പ്രകാശിന്റെ കൈകളിലേക്ക് കല്യാണിയുടെ കൈകൾ വെച്ചു കൊടുക്കുകയാണ് ദീപ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാള് 10-25 വയസ്സ് വരെ എന്റെ മോൾക്ക് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഇനിയുള്ള കാലം പ്രകാശേട്ടൻ എന്റെ കയ്യിൽ, എന്റെ മോള് സുരക്ഷിതമാണെന്ന ഇതിൽ ഞാൻ കണ്ണടയ്ക്കുകയാണെന്ന് പറയുമ്പോ, ദീപേ നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല കേട്ടോ. നോക്ക്, നമ്മുടെ മക്കളെ മാത്രല്ല, കാർത്തിക മോളുടെ വിവാഹം, അവരുടെ കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ കല്ലുമോനെ വലുതാവണത് എല്ലാം നിനക്ക് കാണേണ്ടി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോ, നോക്ക് കല്യാണി മോളെ, നിനക്ക് അച്ഛനുണ്ട്, അമ്മ പോയാലും അച്ഛനുണ്ട്, നിന്നെ അമ്മേനെക്കാളും ഒത്തിരി അച്ഛൻ നിന്നെ സ്നേഹിക്കും, എനിക്ക് ആ ഉറപ്പുണ്ട്. ഏത് ലോകത്താണെങ്കിലും അമ്മ അത് കണ്ട് സന്തോഷിച്ചോളാം മോളെന്ന് പറയാണ്. അമ്മ അങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് ദീപക്ക് ശ്വാസം കിട്ടാത്തൊരു അവസ്ഥ വരുവാട്ടോ. അപ്പോഴേക്കും ഡോക്ടർമാര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുന്നു പറയണം. അങ്ങനെ പ്രകാശനും കല്യാണിയും പുറത്തേക്ക് പോവാണ്. കല്യാണി അപ്പൊ തന്നെ പൊട്ടിക്കറിയാട്ടോ, എന്തു പറ്റി എന്ന് കിരണും ബൈജും ചോദിക്കുമ്പോ പ്രകാശൻ പറയണ്ട, അവള് സംസാരിച്ചുകൊണ്ടിരിക്കാതെ പ്രതി ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പോഴും കിരണ കാര്യം മനസ്സിലായി, ഏകദേശമൊക്കെ ദീപയുടെ ആ ഒരു സ്റ്റേജ്, ആ മരണത്തിന്റെ സ്റ്റേജ് ആയെന്ന്. അങ്ങനെ ഡോക്ടർമാര് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണിനെ കിരണിനെ പ്രകാശിനൊക്കെ നോക്കിട്ട് പറയുന്നുണ്ട്, സോറി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഇന്റേണൽ ബ്ലീഡിങ് അത് നിർത്താനായില്ല, സോറി നിങ്ങളുടെ അമ്മ പോയി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കല്യാണി അവിടെ തന്നെ തലചുറ്റി വീഴാണ്. പ്രകാശൻ താങ്ങി എടുക്കുന്നുണ്ട്. പിന്നീട് കല്യാണിനെ അവിടെ തന്നെ ട്രിപ്പ് കൊടുത്ത് അങ്ങനെ ബോധം പോയ സ്ഥിതിക്ക് അവിടെ തന്നെ കിടത്തുവാണ്. ശേഷം ഈ വിവരം കിരണും അങ്ങനെ പൊട്ടിക്കരയാണ്. പ്രകാശനൊക്കെ തല ഇങ്ങനെ അടിച്ചടിച്ച് കരയുണ്ട്. ബൈജു രണ്ടുപേരും ചേർത്ത് വെക്കാണ് കിരണിനെ, അതുപോലെ തന്നെ പ്രകാശനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് കിരണിനോട് പറഞ്ഞിട്ട്, അളിയ നിങ്ങൾ തളരല്ല അളിയ, നോക്ക് അളിയം വേണം, കുടുംബത്തിന് ഇനിയിപ്പോ താങ്ങി നിർത്താനായിട്ട് ഇങ്ങനെ കരയില്ലെന്നൊക്കെ പറയണം. ശേഷം ബൈജു ഫോൺ എടുത്തിട്ട് ചന്ദ്രസേനെ വിളിക്കുന്നുണ്ട്. അതെ ചന്ദ്രസേനൻ അങ്കിള് ഞാനാണെന്ന് പറയാണ്. എന്താണ് ബൈജു, എന്തായി ഹോസ്പിറ്റലിൽ പോയി, ദീപച്ചി പോയി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രസേന് ഫോൺ കട്ട് ചെയ്തിട്ട് പൊട്ടിക്കരയാട്ടോ. അവിടേക്ക് രൂപ വരുന്നുണ്ട്. എന്താ ആരാ വിളിച്ചത്, ബൈജു എന്താ പറഞ്ഞത്, അത് ദീപ പോയടി എന്ന് പറയാണ്. അത് കേൾക്കുന്നതും രൂപയും യാമിയൊക്കെ കരഞ്ഞോണ്ടിരിക്കണം. അവിടേക്ക് ഷാരി വരുന്നുണ്ട്. എന്താ രൂപ, എന്താ നിങ്ങളെ സങ്കടം, എന്തു പറ്റി, ആർക്കാ എന്താ പറ്റിയത്, ദീപക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ദീപ പോയെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഷാരി ഇങ്ങനെ കരയാട്ടോ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം, ദീപനെ കണ്ടതും ദീപ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുവാണ്. അവിടേക്ക് സരിയുവിനോടും താരെടുത്തൊക്കെ വിവരം പറയുന്നുണ്ട്. അപ്പൊ അവര് എന്നാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കല്യാണിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ദീപയുടെ ആ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരാനായിട്ട്. അപ്പോഴും കല്യാണി ഇങ്ങനെ ബോധമൊക്കെ വരുന്നുണ്ട്. കല്യാണിനെയും ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ കിരണും അതുപോലെ തന്നെ പ്രകാശനും കൂടി ഇങ്ങനെ കല്യാണിനെ ചേർത്ത് പിടിച്ചിട്ട് ആംബുലൻസിലേക്ക് കയറ്റിയാണ്. ബൈജു ഉണ്ട്, അതുപോലെ തന്നെ ദീപയും ഉണ്ട്. അപ്പൊ എല്ലാവരും ദീപച്ച മരിച്ചു കിടക്കുന്ന ദീപയുണ്ട്. അങ്ങനെ ദീപനെ ആംബുലൻസിൽ കൊണ്ടുവരുമ്പോഴേക്കും വാതിക്കൽ വന്നിട്ട് കാദംബരി ഓടി ഇങ്ങനെ രതീഷിനെ ഇങ്ങനെ തള്ളി മാറിയിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ ഓടിപ്പോകാട്ടോ. അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി പോകുമ്പോഴേക്കും ആംബുലൻസ് ആണ്. അപ്പോഴേക്കും കാദംബരി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, മരിച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സീരിയസ് ആണ് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് അവർക്കൊരു ഷോക്കായി പോയി. നോക്കുമ്പോഴേക്കും ആംബുലൻസിന് ദീപയുടെ ആ ഒരു മരവിച്ച ശരീരം മാത്രമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഭയങ്കര വിഷമമാണ്, എല്ലാവരും ഭയങ്കര പൊട്ടിക്കരയാണ്. എല്ലാവരുടെ ഓർമ്മകളിൽ ദീപ അങ്ങനെ നിറഞ്ഞു നിൽക്കാണ്, പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാണ്. പ്രകാശ് ആണെങ്കിൽ തല തല്ലി ഇങ്ങനെ കരയാട്ടോ. അപ്പൊ ചന്ദ്രസേനൻ വരുമ്പോഴേക്കും പ്രകാശ് ഇങ്ങനെ കരയണ കാണുമ്പോ ചന്ദ്രസേനയും പ്രകാശിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രകാശ് എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് നല്ല സമയത്ത് എനിക്ക് സന്തോഷവും സമാധാനം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാനും ദീപയും കൂടി സാരി മേടിക്കാൻ വേണ്ടി പോയായിരുന്നു, ചന്ദ്രസേനൻ സാറ് കേൾക്കണം. അപ്പൊ അവൾ എന്നോട് പറയാണേ, അവൾക്കൊരു സാരി ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്, ആ സാരി ഉടുത്തിട്ട് അവള് മരിക്കുമ്പോ കിടക്കുവോന്ന്. അവൾ ആ പറഞ്ഞത് അപ്പൊ തന്നെ തിരിച്ചു മറുപടി പറഞ്ഞു, ദീപ ഇങ്ങനെ പറയരുതെന്ന്. പക്ഷെ അവള് എല്ലാം മുന്നിൽ കണ്ട പോലെയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് ആ സാരി തന്നെ അവൾക്ക് ഉടുപ്പിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ മേടിച്ചെടുത്ത സാരി ഉണ്ടല്ലോ, ആ സാരി അവൾക്ക് ഉടുത്താൽ മതി, അവളെ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ സാരി ഉടുക്കണം, അവളെ അങ്ങ് ആ സാരി ഉടുത്തിട്ട് എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം പ്രകാശാണ് കുഴഞ്ഞു വീണ പോലെ ഇന്ന് കരയുവാട്ടോ.
അങ്ങനെ അതേ സമയത്ത് നമ്മുടെ കാർത്തികക്കും ലക്ഷ്മിക്കും ഭയങ്കര വിഷമാവട്ടെ ഈശ്വര താൻ കാരണം ഇങ്ങനത്തെ ഒരു ദുരാനുഭവം ഇവർക്ക് ഉണ്ടായാലോ എന്ന് ആലോചിച്ചിട്ട് ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികം പൊട്ടിക്കാണ്. കാർത്തിക പണ്ട് അമ്മേ നമ്മൾ ഈ നാട്ടിൽ വരണ്ടാന്നമ്മേ, നമ്മൾ അവിടുന്ന് പോയി മരിച്ചാലും കുഴപ്പമില്ല, എന്തിനാ അമ്മയെ സ്വത്തുക്കൾ കെട്ടിപ്പിടിച്ചിരുന്നത്, ആർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ ആ ഗംഗപ്രസാദിന് കൊടുത്തെങ്കിൽ ഇങ്ങനെ ജീവൻ പോവില്ല എന്ന്. ഇപ്പൊ നമ്മുടെ സ്വത്തുക്കൾ കൊണ്ട് നമ്മുടെ ദീപാമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ, എന്തിനാ ആ സ്വത്തുക്കൾ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരും ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ ദീപനെ ഇങ്ങനെ കിടത്തിയേക്കാണ് കല്യാണി എനിക്ക് ഭയങ്കര കരച്ചെടുക്കും. കാരണം കല്യാണിയാണല്ലോ ഏറ്റവും കൂടുതൽ ദീപയുടെ അറ്റാച്ച്മെന്റ് ഇടാതെ. കാരണം കല്യാണി ദീപനെ കാണാതെ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കല്യാണി ഇങ്ങനെ കരഞ്ഞ് ദീപ ഇങ്ങനെ കിടക്കുമ്പോ അതിന്റെ കൂടെ തന്നെ സൈഡിൽ തന്നെ കല്യാണി ഇങ്ങനെ തല വെച്ച് കിടക്കാണ്. ശേഷം ദീപനെ എടുക്കുന്ന സമയത്ത് കല്യാണി വിടുന്നില്ല, ഇല്ല എന്റെ അമ്മനെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ കിരൺ എങ്ങനെ കല്യാണി ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്, ഇല്ല ഇല്ല മോളെ കരയില്ലെന്നൊക്കെ പറയാൻ വിഷമിക്കില്ലെന്നൊക്കെ പറയാണ്. അങ്ങനെ ദീപയുടെ അടക്കം അവരുടെ പറമ്പിൽ തന്നെ നടത്തണം. അപ്പൊ എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ വേറൊരു സംഭവം ഉണ്ട്. വിക്രത്തിന് വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിക്രത്തിന്റെ അമ്മ മരിച്ചു, അപ്പൊ ആ ചടങ്ങൊക്കെ ചെയ്യാൻ മോനാണല്ലോ വേണ്ടത്, ആ പ്രകാശം വേണ്ട അവൻ ചടങ്ങ് ചെയ്ത് എന്റെ ദീപക്ക് സമാധാനം കിട്ടില്ല, കിരൺ മോൻ ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോ കിരൺ ചെയ്താൽ ശരിയാവില്ല, കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ ജീവനോടുള്ളതല്ലേ, അപ്പൊ കിരൺ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പ്രകാശിനോട് ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ കല്യാണി പറഞ്ഞത് അത് അച്ഛൻ തന്നെ ചെയ്താൽ മതി, അമ്മക്കും അത് സന്തോഷമുള്ള കാര്യമായിരിക്കും എന്ന് പറയുമ്പോ പ്രകാശനായിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണത്. ദീപ അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ്, തിങ്കളാഴ്ച ചൊവ്വായ മാത്രം എപ്പിസോഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ ഇല്ല, ഒരു ഓർമ്മ മാത്രമായിരിക്കും. അങ്ങനെ കല്യാണിക്ക് പിന്നെ അമ്മയില്ല, പിന്നെ എല്ലാം അച്ഛൻ തന്നെയാണ്. കല്യാണിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അച്ഛനാണ്. അത് കല്യാണി ഓഫീസിൽ പോകുമ്പോൾ കല്യാണിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കല്ലുമോനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കുക. പിന്നെ ഇനിയിപ്പോ ദീപ പോയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ലക്ഷ്മി അമ്മ തന്നെയായിരിക്കും പ്രകാശിന്റെ ഭാര്യയായിട്ട് വരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ദീപ തന്നെയാണ് കേട്ടോ. ദീപ മരിച്ചു എന്ന് കേട്ടപ്പോ ഒരു വിഷമമായി. ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ അത്ര വിഷമമൊന്നും വരത്തില്ലായിരുന്നു. കാരണം ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്ര ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. മനസ്സിന് ഇപ്പൊ ഒരു അമ്മ എന്നൊരു ക്യാരക്ടർ വരുമ്പോഴേക്കും എനിക്ക് ദീപയുടെ ആ ഒരു ഫേസ് തന്നെയാണ് മനസ്സിൽ വരുന്നുണ്ടായിരുന്നത്. അപ്പൊ ദീപ എന്ന ക്യാരക്ടർ അപ്പൊ തിങ്കളും ചൊവ്വയും കൂടി ഉള്ളൂ. അത് കഴിയുമ്പോൾ ദീപ എന്ന ക്യാരക്ടർ തീർന്നു. പിന്നെ നമ്മുടെ പ്രകാശിനാണ് പിന്നീട് അച്ഛന്റെയും മോളുടെയും ആ ഒരു കഥയാണ് വരാൻ പോണത്. അതായത് കല്യാണിനെ കെയർ ഇത്രയും നാൾ, 10-25 വർഷം കല്യാണിനെ സ്നേഹിക്കാത്ത അച്ഛൻ കല്യാണിക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കണതും കല്യാണിനെ ചേർത്ത് പിടിക്കണതും ഒക്കെയുള്ള ഭാഗമാണ്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, ഇതിന് ഗംഗപ്രസാദിനോട് പകരം വീട്ടാൻ പോണത് കല്യാണിയും പ്രകാശനും തന്നെയായിരിക്കും. പക്ഷെ എന്നാലും വിക്രത്തിന് ഒരു അനക്കവും കേട്ടോ. തന്റെ അമ്മേനെ കൊന്നത് ഗംഗപ്രസാദാണ്. എങ്കിലും ഗംഗപ്രസാദ് ജയിലിൽ വരുമ്പോ ഗംഗപ്രസാദിനെ കൈ കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ് വിക്രം. ആ തള്ള എന്നെ മുമ്പേ വകവെച്ചിട്ടില്ല, അവർക്ക് ഞാൻ ചാവണോന്ന് പോലും ആഗ്രഹം ഉണ്ടായിരുന്നു, അവര് പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവരെ കാണുകയും വേണ്ട, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വിക്രത്തിനാട്ടോ. അപ്പൊ വിക്രത്തിന്റെ പോലീസും അങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ചെയ്യേണ്ടത്, നീ വേണമെങ്കിൽ പോയി കണ്ടിട്ട് വന്നു, അമ്മയല്ലേ പോലീസുകാരൊക്കെ കൂടി ഉണ്ടാകും, പോയി അവസാനമായിട്ട് കണ്ടിട്ട് വരുമെന്ന് പറയുമ്പോ അതൊന്നും വിക്രം കൂട്ടാക്കുന്നില്ല. വിക്രം അങ്ങനെ അവിടെ തന്നെ നിൽക്കാം. അപ്പൊ രാഹുൽ പറഞ്ഞിട്ടാ നീ പോണെങ്കിൽ പോടാ, ഒരു അവസരവും കൂടി ശത്രുക്കളെല്ലാം ഒരുമിച്ച് കിട്ടുന്ന സമയമല്ലേ, ഒന്ന് പോവാങ്ങളെ, എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. എന്തായാലും നല്ല ഇനി വരാൻ പോകുന്ന ഭാഗം ഭയങ്കര വിഷമം നിറഞ്ഞ ഭാഗമൊക്കെ തിങ്കളും ചൊവ്വയൊക്കെ വരാൻ പോണത്. ദീപയുടെ ഓർമ്മയിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.